ആ വൈനൊക്കെ അടിപൊളി. ഹൗ അങ്ങനെ നമ്മൾ തലക്കാവേരി എത്തി. തന്നെ 2-3 വർഷം മുന്നിലെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതാണ്. ഇവിടുന്ന് പോയി ഇങ്ങ് താഴെ. അങ്ങനെ നമ്മൾ തലക്കാവേരി പോയി വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ലേറ്റായി 3 മണിയായി. നമ്മൾ കശുവണ്ടി കാണാം മരത്തിൻ്റെ ഉള്ളിൽ. നമ്മൾ പണ്ട് വിഷുവിനെല്ലാം പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറമ്പൊന്നും അയൽവക്കത്തെ പറമ്പൊന്നും എല്ലാം ഇത് ശേഖരിച്ച് വിറ്റിട്ടത്. അങ്ങനെ നമ്മൾ ഇവരെ നടന്ന് ഇവരെ ക്രിക്കറ്റ് പിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവരെ ക്രിക്കറ്റ് കളിക്കുന്ന. ജ്യൂസ് അങ്ങനെ കിട്ടൂടാ. ആ വൈനൊക്കെ അടിപൊളി. ഹൗ അങ്ങനെ നമ്മൾ തലക്കാവേരി എത്തി. ഇതാണ് അതിൻ്റെ എൻട്രി. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പീക്കിലാണ് ഞാൻ താഴെ നിന്ന് കാണിച്ചു തന്നതിൻ്റെ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടാ ഒരു പീക്കിലാണ്. എല്ലാവരും വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിൽ കാല് കാണുമല്ലേ? ഓ അതെയാ? ആ ഓ എവിടെ? ഓ ഇതിന്റെ മുകളിൽ പണ്ട് എങ്ങനെ പോകാൻ വഴിയുണ്ടായിനി? ഓക്കെ, ഇപ്പം വിടുന്നില്ല അങ്ങോട്ടല്ലേ? സേഫ്റ്റി ഇഷ്യൂസാ?
കണ്ട നമ്മൾ തലക്കാവേരിയിൽ നിന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതിൻ്റെ നേരെ താഴെ തന്നെ 2-3 വർഷം മുന്നിലെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതാണ്. ഇവിടുന്ന് പോയി താഴെ എത്രയോ താഴെയില്ലേ ആൾക്കാരെ വീടും കൊണ്ട്. അതെ, അങ്ങ് ഒരുപാട് ഏകദേശം കുറച്ചാൾ മരിക്കുകയും ചെയ്തു അല്ലേ? എനിക്കൊന്ന് 5-8 ആള്. അതെ, ബോഡി തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞേ. അതെ, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു ഭീകരത തന്നെയാണ് ശരിക്കും. ഇതെല്ലാം കാണാൻ രസമുണ്ടെങ്കിലും മഴക്കാലത്തിലെ ഭീകരത എന്ന് പറഞ്ഞാൽ മെയിൻ അതാ. ഇതിൽ റോഡ് പോകുന്നുണ്ട്. ഓക്കെ, അതിലേക്കൂടെ ഇപ്പം കാണാൻ നല്ല റാണിപുരം. ശരിയാ, നടക്കണമെന്നേ ഉള്ളൂ. ആനേൻ്റെ ചവിട്ട് കൊണ്ടിട്ടില്ലെങ്കിൽ എത്തും, അല്ലെങ്കിൽ പതുക്കെ കിടക്കും. അങ്ങനെ നമ്മൾ തലക്കാവേരി പോയി വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ച് ലേറ്റായി, 3 മണിയായി നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. താഴെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് താഴെ എവിടെയോ ഒരു സ്ഥലമുണ്ട്. ഇവിടെ എവിടെ പോയാലും നല്ല രസമാണ് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട് പോലെയല്ലല്ലോ, ഈ മലയോര മേഖലകളിലൊക്കെ വരുമ്പോൾ ആ ഒരു രസമുണ്ടല്ലോ. നമ്മളെ ഓരോ സ്ഥലം നമുക്ക് താഴെ പോയി നോക്കാം. മീര, ആർ യു കമ്മിങ്? ബേമ്പ, നീ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണോ താഴേക്ക് പോകുന്നത്? ഓക്കെ, അത് നിയർ ബൈ, അതല്ല രാത്രിയാകുമ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് വഴി പോകുന്നതാണ് നല്ലത്. ഓക്കെ കിച്ചോ, മീരെ, നീ വീഴേണ്ട ഒരു സാധ്യത കാണുന്നുണ്ടല്ലോ. നല്ലോണം കെയർഫുൾ ചെയ്താ, നല്ല ഇറക്കമാണ്. നമ്മൾ നോക്കി നോക്കി ഇറങ്ങിയില്ല. ഇത് കണ്ട, നല്ല ഇത് കണ്ട, കല്ലിൻ്റെ എല്ലാം ഷേപ്പായി. ഇങ്ങനത്തെ വലിയ പാറ കഷ്ണങ്ങളും എന്താ പറയുക, വലിയ വലിയ പാറകളൊക്കെ ഇവിടെ ഉണ്ട്. പണ്ട് ഇവിടെ ഈ വീട് വെച്ച സ്ഥലത്തൊരു വലിയ പാറയായിരുന്നു മുകളിൽ. വീഴണ്ട, നോക്കി ഇറങ്ങിക്കോ. മീര വീടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണീൻ്റെ അപ്പുറേ നിൽക്കൂ. ആ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് കണ്ട സ്ഥലം അടിപൊളിയല്ലേ? കശുവണ്ടി ഇതാ, കശുവണ്ടി ഉണ്ട്. കശുവണ്ടി താഴെയൊന്നും കാണുന്നില്ല. ഓക്കെ, ഒരു കശുവണ്ടി ഉണ്ടല്ലോ. നമുക്കൊരു കശുവണ്ടി കാണാം മരത്തിനുള്ളിൽ. വാവ്, യെസ്. അങ്ങനെ ഒരുപാട് കശുവണ്ടി ഇട്ടിട്ടാ. ഇതാണ് കാഷ്യൂ നട്ട് ഉണ്ട്. ഒരുപാടുണ്ട് ഇടാ. നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാല് കണ്ടാ കുറേ ഉണ്ട്. അവർ കണ്ടിട്ടുണ്ടാവോ? കണ്ടിനെ. നമ്മൾ ഇപ്പൊ കാഷ്യൂ നട്ട് കണ്ടില്ലേ? നമ്മൾ പണ്ട് വിഷുവിനെല്ലാം പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പറമ്പൊന്നും അയൽവക്കത്തെ പറമ്പൊന്നും എല്ലാം ഇത് ശേഖരിച്ച് വിറ്റിട്ടാണ് നമ്മൾ പടക്കമൊക്കെ മേടിച്ചത്. അതുകൊണ്ട് കാഷ്യൂ നട്ട് കാണുമ്പോൾ, നമ്മളെ കശുവണ്ടി കാണുമ്പം അതും ഒരു നൊസ്റ്റാൾജിയാണ്. അങ്ങനെ നമ്മൾ ഇവരെ നടന്ന് ഇവരെ ക്രിക്കറ്റ് പിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവരെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. അടിപൊളിയാണല്ലോടാ. തെങ്ങും തോപ്പുന്നാണല്ലോ ക്രിക്കറ്റ് കളി. കിച്ചോ, നിന്റെ ആവേശം പോയടാ? നിന്റെ ആവേശം പോയാ? നെക്സ്റ്റ് ഈസ് കിച്ചു ചാൻസ്. നൗ യു ക്യാൻ ഗോ. പോയിക്കോ. മിക്സർ ഇന്ന് ചാൻസ് ആക്കിയാൽ മതി. ബോള് തീയിൽ പോകാണ്ട് പോയിക്കോ. അതെടുക്കാന് അല്ല, അത് സ്ക്രൂ ആക്കണ്ടേ? നീ ഫീൽഡ് ചെയ്താ? നമ്മൾ കഴുകുന്ന തോട്ടത്തിലേക്കൂടെ ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് റൗണ്ട് ഇത് കണ്ട, ഇങ്ങനെയൊക്കെ കുറേ പാറക്കട്ടകളൊക്കെ ഇവിടെ ഉണ്ട്. എടാ ഉണ്ണി,
ഇത് സാധനം എന്താണെന്നറിയോ? ഇതാണ് ചക്ക പപ്പടം. ചക്കേനെ കൊണ്ടാക്കുന്ന പപ്പട നല്ല ടേസ്റ്റാ. ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് നമ്മൾ പിന്നെ ഇതാക്കലല്ലേ? ഇതാരടാ ഒച്ചയാക്കുന്നത്? നീ ആരാ ഒച്ചയാക്കുന്നത്? കടിക്കുക. വർത്തനം പറയാൻ പറ്റില്ല. ഓ നെക്സ്റ്റ് കിച്ചു ബാറ്റിംഗ് ആ. ഭയങ്കര ബോളിംഗ് ആണല്ലോ. അതെ മുട്ടിക്കട്ടെ.